നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയ കോൺഗ്രസ് 55 പേരടങ്ങുന്ന പട്ടികയാണ് പ്രഖ്യാപിച്ചത്. ആദ്യ പട്ടികയിൽ MP-മാർ ആരുമില്ല. തൃത്താലയിൽ VT ബൽറാമും മണലൂരിൽ TN പ്രതാപനും തൃശൂരിൽ രാജൻ പല്ലനും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ CH റഷീദിനെ പ്രഖ്യാപിച്ചു. നിലവിൽ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് റഷീദ്. ഒരിടവേളയ്ക്ക് ശേഷമാണ് മത്സരരംഗത്തിറങ്ങുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് UDF നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് BJPക്ക് സ്ഥാനാർത്ഥിയില്ല. പകരം BDJS മത്സരിക്കും. NDA സീറ്റ് BDJSന് കൈമാറി. പാർട്ടിയുടെ തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റും പെരുമ്പിലാവ് സ്വദേശിയുമായ KR റജിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കന്നി അംഗത്തിനിറങ്ങും. പുന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക വാതക ശ്മശാനം പ്രവർത്തിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്ന് ഉയരുന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. 55 പേരടങ്ങുന്ന പട്ടികയാണ് പ്രഖ്യാപിച്ചത്. ആദ്യ പട്ടികയിൽ MP-മാർ ആരുമില്ല എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ കണ്ണൂരും കോന്നിയും ഒഴിച്ചിട്ടാണ് ആദ്യ പട്ടിക പ്രഖ്യാപിച്ചത്. എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടില്ല. പെരുമ്പാവൂർ മണ്ഡലത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് വിവരം. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാലക്കാട് സിനിമാ താരം രമേശ് പിഷാരടി, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ, വട്ടിയൂർക്കാവിൽ K മുരളീധരൻ, മലമ്പുഴയിൽ A സുരേഷ്, മാനന്തവാടിയിൽ ഉഷ വിജയൻ, കോവളത്ത് M വിൻസെന്റ് തുടങ്ങിയവരാണ് സ്ഥാനാർത്ഥികൾ. തൃശൂരിൽ മുൻ മേയർ രാജൻ പല്ലനും, മണലൂരിൽ AICC സെക്രട്ടറി TN പ്രതാപനും, തൃത്താലയിൽ മുൻ MLA കൂടിയായ VT ബൽറാമും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി ആദ്യ പട്ടികയിൽ ഇടം നേടി. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊയിലാണ്ടിൽ K പ്രവീൺ കുമാറാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി CH റഷീദിനെ പ്രഖ്യാപിച്ചു. നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് റഷീദ്. 2006 ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും CPM-ലെ KV അബ്ദുൽ ഖാദറിനോട് 12,309 വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നതാണ് CH റഷീദ്. ലീഗ് സ്റ്റുഡൻസ് ഫെഡറേഷൻ MSF മണ്ഡലം ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിവിധ ചുമതലകൾ വഹിച്ചാണ് അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളിൽ സക്രിയമായി പ്രവർത്തിച്ചത്. തുടർന്ന് യൂത്ത് ലീഗിന്റെ വിവിധ നേതൃസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി എന്നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ശക്തമായ പ്രവർത്തക ബന്ധം രൂപപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റായാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. മണ്ഡലം ജില്ലാ കമ്മിറ്റികളും ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റും നൽകിയ സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങൾ പരിശോധിച്ച് UDF ഘടകകക്ഷികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥിയെ അന്തിമമായി നിശ്ചയിച്ചത്. ലീഗ് സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് BJP സ്ഥാനാർത്ഥിയില്ല. പകരം BDJS മത്സരിക്കും. NDA സീറ്റ് BDJSന് കൈമാറി. മുന്നണി തീരുമാനപ്രകാരമാണ് BJP സ്ഥിരമായി മത്സരിച്ചിരുന്ന കുന്നംകുളം സീറ്റ് ഇത്തവണ BDJSന് നൽകിയത്. BDJS തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റും പെരുമ്പിലാവ് സ്വദേശിയുമായ KR റജിൽ കുന്നംകുളത്ത് സ്ഥാനാർത്ഥിയാകും. BJPക്ക് നല്ല വേരോട്ടമുള്ള കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ അണികളുടെയും നേതൃത്വത്തിന്റെയും എതിർപ്പ് മറികടന്നാണ് സീറ്റ് കൈമാറിയത്. അതേസമയം UDF സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല. മണലൂരിൽ കളം നിറഞ്ഞ രവീന്ദ്രൻ മാഷ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ രണ്ടാം ഘട്ട പര്യടനം തുടരുന്നു. സ്ഥാപനങ്ങളിലും ആരാധനാലയങ്ങളിലും സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചും ഇടതുപക്ഷ മുന്നണിയുടെ ആദ്യകാല നേതാക്കളുടെയും മൺമറഞ്ഞ സാംസ്കാരിക പ്രവർത്തകരുടെയും ഭവനങ്ങൾ സന്ദർശിച്ച് സൗഹൃദം പുതുക്കിയും ചൊവ്വാഴ്ച മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രവീന്ദ്രൻ മാസ്റ്റർ പര്യടനം നടത്തി. ഉച്ചതിരിഞ്ഞ് 3:30 കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഇടതുമുന്നണി നേതാക്കൾക്കൊപ്പമായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. കവിയും ഗാനരചിതാവുമായ ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിയുടെ ഭവനത്തിലെത്തിയ രവീന്ദ്രൻ മാഷെ കവയിത്രിയുടെ ഭാര്യ സരസ്വതി സ്വീകരിച്ചു. 10 മിനിറ്റോളം ചൊവ്വലൂരിന്റെ വസതിയിൽ ചെലവഴിച്ച ശേഷം ചൊവ്വലൂർ ജുമാ മസ്ജിദിലും തുടർന്ന് ആദ്യകാല നേതാക്കളുടെ ഭവനങ്ങളിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി വോട്ടർമാരെ കണ്ട് അഭ്യർത്ഥന നടത്തി. സ്ഥാനാർത്ഥി പര്യടനം 2 റൗണ്ട് പിന്നിടുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളതെന്ന് C രവീന്ദ്രനാഥ് CCTVയോട് പറഞ്ഞു. നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ഉള്ള ഒരു
ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടും എന്നത് ഒരു സംശയവുമില്ലാതെ ഈ 2 റൗണ്ടുകളിൽ നിന്നും ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇടതു സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തികൾ തുടരുവാൻ വേണ്ടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നാടിന്റെ വികസന പ്രവർത്തികൾ തുടരേണ്ടതുണ്ടെന്നും മാഷ് വ്യക്തമാക്കി. അത് ജനങ്ങൾ കൃത്യമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രാഷ്ട്രീയം പറയുന്നൊരു സമൂഹത്തിൽ പൊതുവിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു എതിർപ്പും സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ഒരു സംശയവുമില്ലാതെ ഇടതുപക്ഷം ജയിക്കും എന്ന് തന്നെയാണ് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. കനത്ത ചൂടിനെ മറികടക്കാൻ ഓരോ പ്രദേശത്തും പ്രവർത്തകരുടെ ആവേശമാണ് തനിക്ക് കരുത്താകുന്നതെന്നും രവീന്ദ്രൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ഞാൻ 5ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. പ്രവർത്തകരോടൊപ്പം നിൽക്കുമ്പോൾ, അവരുടെ ആവേശത്തോടൊപ്പം നിൽക്കുമ്പോൾ നമ്മളിതെല്ലാം മറക്കും. കാരണം അവർ വളരെ ചുറുചുറുക്കോടുകൂടിയും ആവേശത്തോട് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആവേണ്ടി വരും. തീർച്ചയായിട്ടും ഈ ചൂട് എന്നുള്ളതൊക്കെ പ്രതികൂലമാണെങ്കിൽ പോലും അത് അനുകൂലമായിട്ട് പ്രവർത്തകരുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. വളരെ പ്രസക്തമാണ്. സ്വകാര്യ സന്ദർശനങ്ങളായിട്ടും ഓരോ കേന്ദ്രങ്ങളിലും നിരവധി പേരാണ് മാഷെ സ്വീകരിക്കുവാനായി എത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ, കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP സന്തോഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AN സജീവൻ, സുധീർ പണിക്കപ്പറമ്പിൽ, വിനു ജോൺസൺ, UM ഗോപകുമാർ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പാവർട്ടി, പാലുവായ്, തൈക്കാട് എന്നിവിടങ്ങളിലെ സന്ദർശന ശേഷം കണ്ടാണശ്ശേരിയിൽ പര്യടനം നടത്തിയ രവീന്ദ്രൻ മാഷ് മറ്റം, ചൂണ്ടൽ, കേച്ചേരി എന്നിവിടങ്ങളിലെ വിവിധ മേഖലകളിലും സന്ദർശനം നടത്തി. മണലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചൂണ്ടൽ മണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേച്ചേരിയിൽ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ, ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PA സാദിഖ്, കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം CT പോൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ജെയ്സൺ ചാക്കോ, AM ജമാൽ, MM ഷംസുദ്ദീൻ, MA സുബേർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൻഡോ പോൾ, കേച്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TO സെബി, അനീഷ് ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പായാൽ റോഡുകളിലെ മതിലുകളെല്ലാം തന്നെ വിവിധ പാർട്ടികളുടെ ചിഹ്നങ്ങളാലും സ്ഥാനാർത്ഥികളുടെ പേരുകളാലും നിറഞ്ഞു കവിയും. ഇത്തരത്തിൽ ചുവരെഴുത്തിൽ മികവ് തെളിയിക്കുന്ന ചിലരുണ്ട്. വെങ്കടങ്ങ് സ്വദേശിയായ സുനിൽ വെങ്കടങ്ങ് 25 വർഷത്തോളമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. ഏത് പാർട്ടി എന്നില്ല, എല്ലാ പാർട്ടികളുടെയും വർക്കുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ചെയ്തു നൽകാറുണ്ട് ഇദ്ദേഹം. ഇത് ഉപജീവന മാർഗമായതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആവശ്യമായ വർക്കുകൾ ലഭിക്കാറുമുണ്ട്. രാവിലെ 6 മണിയോടെ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ കഴിയുമെന്ന് അപ്പോൾ മാത്രമാണ് തൻ്റെ തൊഴിൽ സമയം അവസാനിക്കുകയെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഏൽപ്പിച്ച ജോലി കൃത്യമായി നിർവഹിച്ച ശേഷം ഏറെ വൈകിയാണ് വീട്ടിലേക്ക് മടങ്ങിപ്പോകാറുള്ളത്. നോമ്പുകാലമായിട്ടും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് തൻ്റെ കലയോടുള്ള സ്നേഹം തന്നെയാണ് സുനിലിനെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റു വാർത്തകൾ. പുന്നിയൂർ പഞ്ചായത്തിൽ ആധുനിക വാതക ശ്മശാനം പ്രവർത്തിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. ആധുനിക സജ്ജീകരണങ്ങളോടെ 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വാതക ശ്മശാനമാണ് പ്രവർത്തനരഹിതമായത്. ക്രിമിറ്റോറിയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള യന്ത്രസാമഗ്രികളുടെ തകരാറാണ് കാരണമെന്നാണ് പറയുന്നത്. ശ്മശാനം പ്രവർത്തിക്കാത്തതിനാൽ പ്രദേശവാസികൾ സംസ്കാരത്തിനായി കോട്ടപ്പടി ക്രിമിറ്റോറിയത്തെയാണ് ആശ്രയിക്കുന്നത്. പഞ്ചായത്തിന് സ്വന്തമായി ആധുനിക വാതക ശ്മശാനം നിർമ്മിച്ചതോടെ ജനങ്ങളുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. എന്നാൽ ഉപയോഗിക്കാൻ കഴിയാതായതോടെ പ്രദേശവാസികളും ബുദ്ധിമുട്ടിലായി. 2303 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച ക്രിമിറ്റോറിയം കെട്ടിടത്തിൽ വെയിറ്റിംഗ് റൂം, ഹാൾ, ഓഫീസ് റൂം, ഗ്യാസ് സ്റ്റോറേജ് റൂം, ടോയ്ലറ്റുകൾ, ഓപ്പൺ സിറ്റൌട്ട് എന്നിവയാണ് സജ്ജീകരിച്ചിരുന്നത്. 1 കോടി രൂപ പഞ്ചായത്ത് തനത് ഫണ്ടും 50 ലക്ഷം രൂപ പ്ലാൻ ഫണ്ടും ചിലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി മാത്രം മുൻ ഭരണസമിതി നടത്തിയ ക്രമക്കേട് പരിഹരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കുന്നംകുളം പട്ടാമ്പി റോഡിൽ കാറിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ച അപകടം. തിങ്കളാഴ്ച രാത്രി 11:30യോടെയാണ് അപകടമുണ്ടായത്. കാർ യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കുന്നംകുളം ഭാഗത്തുനിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന് പിന്നിൽ അതേ ദിശയിൽ വന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. മുൻപിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. ഈ സമയം പിന്നാലെ വന്ന ലോറിയുടെ ടയറുകൾ വഴുതി മാറി നിയന്ത്രണം നഷ്ടപ്പെട്ട് കാറിന് പിന്നിൽ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ പിൻഭാഗം പൂർണ്ണമായും ടോറസ് ലോറിയുടെ മുൻവശത്തിന് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് പട്ടാമ്പി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പഴഞ്ഞി അരുവായി ചിറവറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പള്ളിപ്പാന ആരംഭിച്ചു. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രത്തിൽ പള്ളിപ്പാന നടത്തിയത്.
പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ പള്ളിപ്പാൻ അരങ്ങേറിയത്. ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, തന്ത്രി പൂജ എന്നിവയ്ക്ക് ശേഷം പാനപ്പന്തലിന് സ്ഥാനം നിർണ്ണയിക്കൽ, പാലക്കൊമ്പ് നാട്ടൽ എന്നിവ നടന്നു. തുടർന്ന് വാദ്യമേളങ്ങളുടെയും താളത്തിന്റെയും അകമ്പടിയോടെ കോമരത്തിന്റെ എഴുന്നള്ളിപ്പ്, ഉച്ചപ്പാന എന്നിവയുണ്ടായി. പ്രസാദ ഊട്ടും നടന്നു. വൈകിട്ട് കേളി, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം പ്രസാദ ഊട്ടും നടന്നു. രാത്രി പാനപ്പാട്ട്, തിരിയൊഴിച്ചൽ എന്നിവയ്ക്ക് ശേഷം രണ്ടാമത്തെ പാന ആരംഭിക്കും. മഹാഗുരുതിക്ക് ശേഷം നടക്കുന്ന കൂറവലിയോടെയാണ് സമാപനം. പാനയ്ക്ക് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ, ചൊവ്വന്നൂർ മനോജ്, കോമരം വിശ്വനാഥൻ നായർ, വെള്ളിത്തിരുത്തി ദിനേശ് എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം മാർച്ച് 25-ന് ആഘോഷിക്കും. വൈലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിന്റെ 122ാം വാർഷികവും യാത്രയപ്പ് സമ്മേളനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ 31 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന AACC ടീച്ചർക്ക് യാത്രയപ്പ് നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീജ മൊയ്തുണ്ണി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. വാർഡ് മെമ്പർ മിൽന സിൻഡോ, ഹെഡ്മാസ്റ്റർ വി ജിയോ ജോർജ്, M പോളി ഫ്രാൻസിസ്, ജയരാജ്, MPTA പ്രസിഡന്റ് അശ്വതി ശ്രീരാഗ്, മാതൃസംഘം പ്രസിഡന്റ് ജിസ്മി സിൻഡോ, അധ്യാപകരായ വിൻസി ജോസ്, ജോളി ജോസ് N, ഫ്ലെമി സി പ്രസാദ്, സ്കൂൾ ലീഡർ TV വിദ്വിക എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും രക്ഷാകർത്താക്കളുടെയും കലാപരിപാടികൾ അരങ്ങേറി. LSS ജേതാവും സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത TV വിദ്യക, അബാക്കസ് പരീക്ഷയിൽ ജില്ലയിൽ 1ാം റാങ്ക് ജേതാവായ PS നന്ദിനി എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന് ആദരിച്ചു. കുട്ടികൾക്കുള്ള മെറിറ്റ് അവാർഡുകളും രക്ഷിതാക്കൾക്കുള്ള സമ്മാനങ്ങളും വിശിഷ്ടാതിഥികൾ വിതരണം ചെയ്തു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ കണ്ടെയ്നർ ലോറിയും KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരുമ്പിലാവ് ഭാഗത്തുനിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന കണ്ടെയ്നർ ലോറി പട്ടാമ്പി റോഡിലെ വൺവേയിൽ സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ സമയത്ത് ലോറിക്ക് തൊട്ടു പിന്നാലെ വന്ന KSRTC ബസ് നിയന്ത്രണം വിട്ട് കണ്ടെയ്നർ ലോറിയുടെ പിൻഭാഗത്തിടിച്ചു. അപകടത്തിൽ കാറിന്റെയും KSRTC ബസിന്റെയും കണ്ടെയ്നർ ലോറിയുടെയും മുൻഭാഗം തകർന്നു. അപകടത്തെ തുടർന്ന് പട്ടാമ്പി റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കാണാതായ +1 വിദ്യാർത്ഥിയെ തേടിയിറങ്ങിയ പോലീസ് ഒടുവിൽ കണ്ടെത്തിയത് 3 കുട്ടികളെ. കമ്മീഷണർ അങ്കുത് R. ടോബ്സന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. വിയ്യൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഫെബ്രുവരി 26-ന് കാണാതായ ആൺകുട്ടിക്ക് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ തിരച്ചിലാണ് അപ്രതീക്ഷിത വഴികളിലേക്ക് തിരിഞ്ഞത്. വിയ്യൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായ ആൺകുട്ടിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചപ്പോൾ പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പെൺകുട്ടിയെയും കാണുവാനില്ലെന്ന് കണ്ടെത്തി. ഇരുവരും ഒന്നിച്ച് ഉത്തരേന്ത്യയിലേക്ക് യാത്ര പോയതാണെന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. യാത്രയ്ക്ക് ശേഷം കുട്ടികൾ നാട്ടിലേക്ക് മടങ്ങില്ലെന്നുറപ്പിച്ച് മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിൽ താമസിക്കുകയായിരുന്നു. കമ്മീഷണർ അങ്കുത് R. ടോബ്സന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം താനയിലെത്തിയാണ് കുട്ടികളെ കണ്ടെത്തിയത്. ഇതിനിടെ 5 ദിവസം മുൻപ് വിയ്യൂർ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് 10 വയസ്സുകാരനെ കാണാതായിരുന്നു. ഈ കുട്ടി താനയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ നാസിക്കിലുണ്ടെന്ന് വ്യക്തമായതോടെ അന്വേഷണ സംഘം ഇവിടേക്ക് തിരിച്ചു. താനയിൽ നിന്ന് കണ്ടെത്തിയ കുട്ടികളെ തൃശൂരിൽ എത്തിച്ച ശേഷം കോടതി വഴി രക്ഷാകർത്താക്കളെ ഏൽപ്പിച്ചു. ഇൻസ്പെക്ടർ KP മിഥുൻ, SI-മാരായ AV സജീവ്, PG പ്രേംകുമാർ, CPO M മിനിഷ എന്നിവരടങ്ങിയ സംഘമാണ് കുട്ടികളെ കണ്ടെത്തിയത്. LPG ക്ഷാമം പരിഹരിക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഈവൻസ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പാചകവാത ക്ഷാമത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഈവന്റ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. നേരത്തെ ഏറ്റിരുന്ന പല പരിപാടികളും ഒഴിവേക്കേണ്ടതായും വന്നു. വാണിജ്യ സിലിണ്ടർ ലഭ്യത പരിമിതിയും വിലവർധനവും ഇരുട്ടടിയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടാണ് യൂണിയൻ ധർണ സംഘടിപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷന് മുൻപിൽ നടന്ന ധർണ ഈവൻസ് വർക്കേഴ്സ് യൂണിയൻ CITU തൃശൂർ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി AU ഷെഫീദ് അധ്യക്ഷനായി. ട്രഷറർ TM റോയ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KS സെന്തിൽകുമാർ, കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി MK ശശിധരൻ, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ബേബി എന്നിവർ സംസാരിച്ചു.
CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ഭാഗമായി എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. വാഗയിൽ നടന്ന ചടങ്ങിൽ CPM ജില്ലാ കമ്മിറ്റി അംഗവും മണലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രാജു അധ്യക്ഷനായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത മുഖ്യാതിഥിയായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VN സുർജിത്ത്, PG സുബിദാസ്, എളവള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ഷൈൻ, TK ചന്ദ്രൻ, PV അശോകൻ, KM പരമേശ്വരൻ, TD സുനിൽ, ശ്രീകുമാർ വാഗ, സുമ മണികണ്ഠൻ, TK സംജിത്ത്, MR രജിതൻ, VM ആനന്ദ് ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു. 12 സെന്റ് സ്ഥലത്ത് തക്കാളി, വെണ്ട, പയർ, വഴുതന, കുമ്പളം, മത്തൻ, മുളക്, പടവലം എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെയാണ് കൃഷിഭൂമി തയ്യാറാക്കിയിരിക്കുന്നത്. കുന്നംകുളം ലോയേഴ്സ് ക്ലബ്ബ് ഇഫ്താർ മീറ്റ് നടത്തി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതിലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഷീബ ഫൈസൽ സന്ദേശം നൽകി. കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് S. ലിഷ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജയന്തൻ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കൃഷ്ണകുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് വിശ്വംഭരൻ, അഡ്വക്കേറ്റ് റയീസ്, അഡ്വക്കേറ്റ് നിത്യ, അഡ്വക്കേറ്റ് അപർണ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി സമിതി മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. മണലൂർ ഏരിയ സമരം എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആഷിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ലതീഷ് നാരായണൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി KL ജോസ് സമര വിശദീകരണം നടത്തി. BF മനോജ്, KV സുരേഷ്, VL സെബി, ചെറുപുഷ്പം ജോണി, AM വിൻസെന്റ്, AV അജയൻ, മുജീബ് റഹ്മാൻ, ഷൺമുഖൻ, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. പാചകവാതകത്തിന്റെ ക്ഷാമം മൂലം പല റെസ്റ്റോറന്റുകളും ഇതിനോടകം പൂട്ടിക്കഴിഞ്ഞു. അനാഥാലയങ്ങൾ, സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, IT പാർക്കുകൾ, പൊതുതാമസയിടങ്ങൾ എന്നിവിടങ്ങളിൽ എല്ലാം പാചകവാതക ക്ഷാമം നേരിടുന്നുണ്ട്. കരിഞ്ചന്ത തടയുവാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളെ സ്വാഗതം ചെയ്തതിനൊപ്പം കേന്ദ്ര സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാനത്തുടനീളം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും അടുപ്പുകൂട്ടി സമരവും സംഘടിപ്പിച്ചിരുന്നു. പ്രജര ചാവക്കാടിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ചെയർമാൻ KV സുശീലൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA NK അക്ബർ, പ്രജര സെക്രട്ടറിയും ചാവക്കാട് നഗരസഭാ ചെയർമാനുമായ AH അക്ബർ, പ്രസിഡന്റ് ഹമീദ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ സ്വാമി ഹരിനാരായണൻ, സംവിധായകൻ വിജീഷ് മണി, ബഷീർ മൗലവി, വ്യാപാരി, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രജര ടർഫിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും ആംബുലൻസ് ഡ്രൈവർമാരും നാട്ടുകാരും ക്ലബ് അംഗങ്ങളും പ്രജര പ്രവാസികളും പങ്കെടുത്തു. വടക്കേകാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്ര കലാസമിതിയുടെ 20ാം വാർഷിക കലാപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് പുരസ്കാര വിതരണം. കേരള കലാമണ്ഡലത്തിലെ മുൻ അധ്യാപകനും പ്രമുഖ ചെണ്ടവാദ്യ കലാകാരനുമായ പ്രൊഫസർ കലാമണ്ഡലം രാജൻ ഗുരുവായൂർ വില്ലിൽ മേൽതായമ്പക എന്ന കലാസങ്കേതത്തെ മുൻനിർത്തിയും ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രം, പറമ്പന്തള്ളി ക്ഷേത്രം എന്നിവയടക്കം അനേകം ക്ഷേത്രങ്ങളിലെ നാഗക്കാവുകളിലെ കളംപാട്ടു എന്നിവയുടെ ചുമതലക്കാരനും 40 വർഷത്തിൽ ഏറെ ഈ ആചാര അനുഷ്ഠാന കലാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചൂണ്ടൽ സുധർമ്മൻ പ്രമുഖ നാടൻപാട്ട് കലാകാരനും അതിപുരാതനവും അതിഗോത്ര ജനതയുടെ അടയാള അനുഷ്ഠാനവുമായി അമ്മക്കാവുകളിലും താനത്തറകളിലും ഇന്നും നിലനിന്നു പോരുന്ന പ്രാർത്ഥനാ സ്തോത്രമായ മലവാഴിത്തോറ്റവും മരംകൊട്ടിപ്പാട്ടും എന്ന അനുഷ്ഠാന കലയിലെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി കലാകാരൻ മണികണ്ഠൻ പെരുമ്പടപ്പിനും പ്രദേശത്തെ 10ഓളം മനുഷ്യർക്ക് വാസസ്ഥലമൊരുക്കി നൽകുകയും മണികണ്ഠേശ്വരം, പാലയ്ക്കൽക്കാവ്, കപ്ലിയങ്ങാട് ക്ഷേത്രം, പേങ്ങാട്ടുതറക്കാവ് എന്നിവയടക്കം അനേകം ആരാധനാ കേന്ദ്രങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ പൊതുസമൂഹത്തിന് വലിയ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്പാടൻ രാജേഷ് എന്നിവരെയുമാണ് പുരസ്കാരങ്ങൾക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. മാർച്ച് 20 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രത്തിലെ ജന്മനക്ഷത്ര വൃക്ഷക്കാവിൽ ചേരുന്ന ചടങ്ങിൽ പ്രമുഖ പ്രഭാഷകനും എഴുത്തുകാരനുമായ EM സതീശൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ക്ഷേത്രം ചെയർമാൻ P. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര നിരൂപകൻ MC രാജനാരായണൻ, കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ സുബീഷ് തെക്കൂട്ട്, നോവലിസ്റ്റ് ഫാസിൽ, ശ്രീകൃഷ്ണ കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ MK ഹരിനാരായണൻ, PG വനഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ ശ്രീജിത്ത് കൽപ്പുഴ, വാർഡംഗങ്ങളായ അശോകൻ എടക്കാട്, രുഗ്മ്യ സുധീർ, പരിസ്ഥിതി പ്രവർത്തകൻ ആന്റണി ജേക്കബ്, പഞ്ചവാദ്യ കലാകാരൻ ഉണ്ണി കല്ലൂർ, സമിതിയംഗം സുധീഷ് അമരായിൽ,
എന്നിവർ സംസാരിക്കും. തുടർന്ന് വില്ലിന്മേൽ തായമ്പക പരിചയം, നാഗപ്പാട്ട്, മരംകൊട്ടിപ്പാട്ട് എന്നിവയുടെ അവതരണവുമുണ്ടാകും. പുന്നീർകുളം അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. അണ്ടത്തോട് ക്ലബ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ സമീറ സക്കറിയ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സജീൽ അധ്യക്ഷത വഹിച്ചു. മുൻ വാർഡ് മെമ്പറും ക്ലബ്ബ് രക്ഷാധികാരിയുമായ PS അലി, ഹുസൈൻ വലിയകത്ത്, ക്ലബ്ബ് സെക്രട്ടറി ഷഹീൽ തുടങ്ങിയവർ സംസാരിച്ചു. CM മുഹസിൻ, സക്കറിയ, അജ്മൽ, അലി പുതുപ്പറമ്പിൽ, റയീസ് ജലാലി, റാഷിദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികളും പങ്കെടുത്ത ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സംഗമം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷനായി. സുന്നി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ അലി വാഫി റംസാൻ സന്ദേശം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പുഷ്പ ജോൺ, T സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൻസി, ആർഷ ജിജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കൗൺസിലർമാരായ ഗീത ശശി, ഷാജി ആലിക്കൽ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത സംഗമം സൗഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും മനോഹരമായ വേദിയായി മാറി. മതസൗഹാർദ്ദവും പരസ്പര ബഹുമാനവും സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം ചടങ്ങിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് സി, ശരത് TS, PK ഷാഹിദ്, VV ആമിനു, ആശാപ്രവർത്തകരായ റുക്കിയ, ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആദ്യമായിട്ടാണ് ആശുപത്രിയിൽ ഇങ്ങനൊരു സംഗമം നടത്തിയത്. ന്യൂഡൽഹി സെൻട്രൽ സംസ്കൃത സർവകലാശാല നടത്തിയ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഒളിമ്പ്യാഡിൽ S ഭദ്ര സ്വർണ്ണ മെഡൽ നേടി. വരടിയം ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവണൂർ മുല്ലയ്ക്കൽ വീട്ടിൽ കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സുമേഷിന്റെയും അഡ്വക്കേറ്റ് ശുഭയുടെയും മകളാണ്. ചാവക്കാട് ബേബി റോഡ് സാധു സഹായ സംരക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി. ചെയർമാൻ മുഹമ്മദ് യാസിർ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ അലിമോൻ അധ്യക്ഷത വഹിച്ചു. റസിയ അലി സ്വാഗതവും ആമിനക്കുട്ടി നന്ദിയും പറഞ്ഞു. നിർധനരായ 150ഓളം പേർക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാട്ടകമ്പൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാണക്കാട് ശിഹാബ് തങ്ങളുടെ 17ാം അനുസ്മരണ സമ്മേളനവും റംസാൻ റിലീഫ് വിതരണവും ബുധനാഴ്ച നടക്കും. ചിറക്കൽ അറഫ പാലസിൽ വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന അനുസ്മരണ യോഗം പാണക്കാട് സയ്യിദ് മുനറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. റിലീഫ് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിക്കും. യോഗത്തിൽ ലീഗിന്റെ പ്രമുഖ നേതാക്കൾ സംബന്ധിച്ച് സംസാരിക്കും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,540 രൂപ. സ്വർണം പവന് 1,16,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കോൺഗ്രസിന്റെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചു. ആദ്യ പട്ടികയിൽ 55 പേർ. തൃത്താലയിൽ VT ബൽറാമും മണലൂരിൽ TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കും. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി CH റഷീദിനെ പ്രഖ്യാപിച്ചു. നിലവിൽ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം. മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് UDF നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് BJPക്ക് സ്ഥാനാർത്ഥിയില്ല. പകരം BDJS മത്സരിക്കും. NDA സീറ്റ് BDJSന് കൈമാറി. പാർട്ടിയുടെ തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റും പെരുമ്പിലാവ് സ്വദേശിയുമായ KR റജിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കന്നിയംഗത്തിനിറങ്ങും. പുന്നൂർ പഞ്ചായത്തിൽ ആധുനിക വാതക ശ്മശാനം പ്രവർത്തിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.